സാർ നമസ്കാരം. നമസ്കാരം. മുഖ്യമന്ത്രി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം സ്തുത്യർഹമായ ചില തീരുമാനങ്ങൾ ആദ്യമേ തന്നെ എടുത്തു. അതായത് തൻ്റെ പാർട്ടിയുടെ പോഷക സംഘടനയായ യൂത്ത് കോൺഗ്രസിനെയും KSUക്കാരെയും എല്ലാം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസുകാർ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തല്ലിച്ചതയ്ക്കുന്ന ഒരു കാഴ്ച കേരളം കണ്ട് നടുങ്ങി തരിച്ചു നിന്നിട്ടുണ്ടായിരുന്നു. നവകേരള യാത്ര നടക്കുന്ന സമയത്ത് ഈ നവകേരള ബസ്സിന് മുന്നിൽ കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും KSU പ്രവർത്തകരെയും മുഖ്യമന്ത്രിയുടെ ഗൺമാനടക്കം പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് മുളവടിക്കും അതുപോലെ കയ്യിൽ കിട്ടിയ ചെടിച്ചട്ടിയെല്ലാം എടുത്തുകൊണ്ടാണ് ഈ KSU പ്രവർത്തകരുടെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും എല്ലാം തലയിൽ ആഞ്ഞടിക്കുന്ന കാഴ്ച കേരളം കണ്ട് നടുങ്ങി തരിച്ചു നിന്നത്. ഇത് ഏതെങ്കിലും മാധ്യമങ്ങൾ ചിത്രീകരിച്ചതല്ല. യഥാസമയം മുഖ്യമന്ത്രിയുടെ യാത്രയിൽ ഉടനീളം ഉണ്ടായിരുന്ന ദൃശ്യമാധ്യമങ്ങൾ പകർത്തിയ ദൃശ്യങ്ങളാണ് ലോകമെമ്പാടും കണ്ട് നടുങ്ങിത്തരിച്ചു നിന്നത്. മുഖ്യമന്ത്രി അതിന് പറഞ്ഞത് രക്ഷാപ്രവർത്തനം എന്നാണ്. എന്നാൽ അന്ന് തൻ്റെ പ്രവർത്തകർക്കെതിരെ വി ഡി സതീശന്റെ വാക്കുകൾ കടം കൊണ്ട് പറയുകയാണെങ്കിൽ തൻ്റെ കുട്ടികൾക്ക് നേരെ കിരാത ഭരണത്തിന്റെ വക്താവായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസുകാർ നടത്തിയ ആ കൊടും പീഡനത്തിന് കൃത്യമായി തന്നെ വി ഡി സതീശൻ നടപടിയെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരടക്കമുള്ള ആളുകൾ ആലപ്പുഴയിൽ വച്ച് നടത്തിയ ക്രൂര പീഡനങ്ങൾക്ക് ഇരയായവരുടെ കേസുകൾ വീണ്ടും അന്വേഷിക്കുന്നു. അതിനുവേണ്ടി മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഉത്തരവിറക്കിയിരിക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. മുൻ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന പിണറായി വിജയനെ പോലും കുരുക്കുന്ന തരത്തിലാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത്. ബഹുമാനപ്പെട്ട കോടതിയിൽ ഈ കേസ് ആദ്യം എത്തുകയും തെളിവില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയും ചെയ്തു. പിന്നീട് യൂത്ത് കോൺഗ്രസ്സുകാർ പിണറായി വിജയന്റെ പോലീസുകാർ തങ്ങളെ തല്ലിച്ചതയ്ക്കുന്നതിന്റെ അതിമൃഗീയമായ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ കോടതിയിൽ കൊടുക്കുകയും കോടതി ഇത് അന്വേഷിക്കുവാൻ വേണ്ടി ഉത്തരവിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറുന്നു. എന്നാൽ ഈ ഉത്തരവ് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പൂഴ്ത്തിവെക്കുന്നു. അതിന്മേൽ യാതൊരു തരത്തിലും അന്വേഷണം നടത്തിയില്ല. ഇതാണ് ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ ഒരു ഉത്തരവിലൂടെ അന്വേഷിക്കുവാൻ വേണ്ടി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഇവിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ മുഖ്യമന്ത്രിയുടെ ഗൺമാനുമെല്ലാം കൃത്യമായി കുടുങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവായിരുന്ന പിണറായി വിജയന്റെ കൊടും ക്രൂരതകൾക്ക് അല്ലെങ്കിൽ അനാവശ്യമായ പീഡനങ്ങൾക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാത്രീഭവിച്ചിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ സാർ ഇതിനെങ്ങനെയാണ് കാണുന്നത്? അതായത് നമ്മൾ കാണുന്നതിൽ ചിന്തിക്കുന്നതിലും അപ്പുറം കൃത്യമായി മനസ്സിലെല്ലാം കുറിച്ചു വെച്ചിട്ടുള്ള ഒരാളാണ് വി ഡി സതീശൻ. ഞങ്ങൾക്കൊരു സമയം വരും, അപ്പോൾ കൃത്യമായ പണി തിരിച്ചു തരും നിയമപരമായിട്ട്. ആ നിയമപരമായിട്ട് എന്നുള്ളതാണ് പ്രധാനം, രാഷ്ട്രീയപരമായിട്ട് എന്നുള്ളതല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത് രാഷ്ട്രീയ തീരുമാനമല്ല, പകരം നിയമപരമായിട്ടുള്ള തീരുമാനമാണ്. എന്താണ് നിയമപരമായ തീരുമാനം? ആലപ്പുഴയിൽ വെച്ച് ഇപ്പോഴത്തെ ആലപ്പുഴയിലെ ഇപ്പോഴത്തെ MLA കൂടിയായ AV തോമസിനെ ക്രൂരമായി പിണറായി വിജയന്റെ അംഗരക്ഷകർ, അതായത് ഗൺമാൻ അടക്കമുള്ള ആളുകൾ ചാടി വിടുകയും വെറും ഒരു കരിങ്കൊടി കാണിച്ചതിന് അവരെ ക്രൂരമായി വേട്ടയാടുകയും ചെയ്തതിന്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്. ആ രംഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം പോലീസല്ല ഇവരെ അടിക്കുന്നത്. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് അവരെ ഒന്ന് തൊടാതെ നിൽക്കുമ്പോൾ കാറിൽ നിന്ന് ഈ പുറത്തേക്ക് ചാടി ഇറങ്ങിയ ഈ പിണറായി വിജയന്റെ ഗൺമാന്മാരാണ് കൊണ്ട് ആയുധം ഉപയോഗിച്ച് അവരെ ആക്രമിക്കുന്നത്. നിരാലംബരായ അവരെ ക്രൂരമായി മർദ്ദിക്കുന്ന രംഗം കേരള മനസാക്ഷിയെ വല്ലാതെ ഞെട്ടിച്ചൊരു സംഭവമാണ്. പിണറായി വിജയൻ എത്രമാത്രം ഹിംസ്രമികത്തിന് തുല്യമാണ്, എത്രമാത്രം ഭീകരനാണ്. ഇത്തരം ക്രൂരതയിലൂടെ അദ്ദേഹം എത്രമാത്രമാണ് ആനന്ദിക്കുന്നത്, മറ്റുള്ളവരുടെ വേദനയിൽ അദ്ദേഹം ആനന്ദിക്കുന്നു. ഒരു മുഖ്യമന്ത്രി കാണിക്കേണ്ട സാമാന്യ മര്യാദ അദ്ദേഹത്തിനെതിരെ
പ്രതിഷേധങ്ങൾ കാണിക്കുമ്പോൾ അവരോട് ഏറ്റവും അനുഭാവപൂർവ്വം പെരുമാറുകയും അവരുടെ പ്രതിഷേധം എന്തിനാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നതിന് പകരം ഇതൊക്കെ രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെടിച്ചട്ടി കൊണ്ടും ഇതേപോലെ ക്രൂരമായും മർദ്ദിച്ച് അതിന് പ്രേരണ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ വാചകം എന്താ? രക്ഷാപ്രവർത്തനമാണ്, ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ അറിവും സമ്മതത്തോടും കൂടി ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള അംഗരക്ഷകർ ചാടി പുറത്തിറങ്ങിയതാണെന്നും എന്നിട്ട് അങ്ങനെയാണ് അവരെ ആക്രമിച്ചത് എന്നും വളരെ കൃത്യമാണ്. അതിന്റെ അർത്ഥം എന്താ? ഇന്നലെ വി.ഡി. സതീശൻ ഉത്തരവിട്ട പ്രകാരം ആ കേസ് മുന്നോട്ട് പോകുമ്പോൾ ഒന്നാം പ്രതിയായിട്ട് പിണറായി വിജയൻ വരുന്നു എന്നുള്ളതാണ്. ഗൂഢാലോചനയും അതേ പ്രേരണ കൊടുക്കുന്നത് വഴിയാണ് ഈ അംഗരക്ഷകരായ ഈ ഗൺമാന്മാർ ചാടി വീണ് അവരെ നിയമപരമായിട്ട് അവർക്ക് ഒരു തരത്തിലുള്ള അവകാശമില്ല എന്നിരിക്കെ പിണറായി വിജയന്റെ സംരക്ഷണത്തിൽ കാറിൽ തന്നെ ഇരിക്കേണ്ടതിന് പകരം പിണറായി വിജയന്റെ കാറിൽ നിന്ന് ചാടി വീണ് ഈ രണ്ട് യുവാക്കളെ ക്രൂരമായി ആക്രമിക്കുന്നത്. അതിൽ നിന്ന് ഇപ്പോൾ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ പോലീസ് അത് എഴുതി തള്ളിയതിനെതിരെ തെളിവുകൾ വീഡിയോ സഹിതം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കോടതി ഉത്തരവിട്ടു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതാണ് കൃത്യമായി കോടതിയിൽ ഇട്ടത്. ഇന്നലെ ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞത് റീഇൻവെസ്റ്റിഗേഷൻ എന്നാണ്. റീഇൻവെസ്റ്റിഗേഷൻ എന്നൊരു കാര്യം നിയമവ്യവസ്ഥയിലില്ല, ഫർദർ ഇൻവെസ്റ്റിഗേഷനേ ഉള്ളൂ. ആ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ തുടരന്വേഷണം, അല്ലാതെ പുനരന്വേഷണം എന്നുള്ള വാചകം ഇന്ന് പത്രങ്ങളെല്ലാം തന്നെ കൊടുത്ത വലിയ തെറ്റ് എന്ന് പറയുന്നത് പുനരന്വേഷണം എന്നുള്ള വാചകം ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹം തിരുത്തും അടുത്ത നിയമസഭ അടുത്ത മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള മീറ്റിംഗിൽ അദ്ദേഹം തിരുത്തും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം അതൊരു ഗ്രാമാറ്റിക്കലായ അല്ല നിയമം ഒരു വേർഡിന്റെ പ്രശ്നമാണ്. പക്ഷെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ട ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ച് ആദ്യത്തെ ഉത്തരവ് തന്നെ വന്നിരിക്കുകയാണ്. നമ്മളെ കുട്ടികളെ അടിച്ചവരെ മറക്കില്ല. കേരളം ഞെട്ടിത്തിരിച്ച ആ സംഭവത്തിൽ കൃത്യമായി നടപടിയില്ല എങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് മുഖ്യമന്ത്രിയായിരിക്കുന്നത്? സാർ, അതിന് രാഷ്ട്രീയമായി ഇങ്ങനെ ഒരു മാനം കൂടിയില്ലേ? ഓരോ അടിയും ഞങ്ങളുടെ ഓർമ്മയിലുണ്ട്, ഓരോ അടിയും തിരിച്ചു കൊടുക്കും. അനാവശ്യമായി ഉണ്ടാക്കിയ ഓരോ പ്രശ്നങ്ങൾക്കും കൃത്യമായ പണി കൊടുത്തിരിക്കും എന്നുള്ളൊരു സന്ദേശം കൂടി അതിന്റെ നിയമപരമായ ഒരു വസ്തുതയാണ്. നിയമവിരുദ്ധമായ കാര്യമാണല്ലോ അവിടെ നടന്നിരിക്കുന്നത്. അവിടെ മുഖ്യമന്ത്രി കോടതിയുടെ ഉത്തരവ് പൂഴ്ത്തി വെച്ചു എന്നുള്ളതും ഗുരുതരമായ കുറ്റം തന്നെയാണ്. അല്ല, രണ്ട് കാര്യങ്ങളെ കോടതിയുടെ ഉത്തരവ് അവരെ കാലത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഈ കേസില് കോടതി ഉത്തരവ് ഉണ്ടായിട്ടും അത് അന്വേഷിക്കാൻ അവർ പോയില്ല എന്നുള്ളത് അവിടുത്തെ ഉദ്യോഗസ്ഥന്റെ ഏറ്റവും വലിയ തെറ്റാണ്. ഉദ്യോഗസ്ഥനാണ് കുറ്റം വരുന്നത്. കാരണം പിണറായി വിജയൻ നേരിട്ട് ഇടപെടേണ്ട ആവശ്യമില്ല, ഉദ്യോഗസ്ഥനാണ് നടപടി ആരംഭിക്കാൻ. എഴുതി തള്ളിയ ഉദ്യോഗസ്ഥൻ തെളിവുകൾ ഉണ്ടായിട്ടും കള്ളത്തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് പൂഴ്ത്തിവെച്ചത് അദ്ദേഹത്തിനെതിരെ 3 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പിന്റെ ഒരു കാര്യമാണ്. പിന്നെ ക്രൂരമായി ആയുധം ഉപയോഗിച്ചാണ് ആക്രമിച്ചത്. ഏറ്റവും ചെറിയ 10 വർഷം തടവ് ശിക്ഷ കിട്ടാത്ത വകുപ്പാണ്. അത് ഫുൾ എവിഡൻസ് ആണ്. ഇതിന് പ്രേരണ കൊടുത്ത ആൾക്കും അതേപോലെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളും ആരാണ്? പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ അറിവ് ഇതില്ല എങ്കിൽ ഇവർ ചെയ്യുമോ? പിണറായി വിജയൻ പറഞ്ഞ എന്താ? രക്ഷാപ്രവർത്തനമാണ് ഇത് എന്നാണ് പറഞ്ഞത്. ആ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന ഒരു കാര്യമാണോ നമ്മൾ കണ്ടിട്ടുള്ളത്? സാർ, ഞാൻ മനസ്സിലാക്കി എന്റെ പരിമിതമായിട്ടുള്ള ഒരു നിയമബോധം അങ്ങനെയാണ്. ഒരുപാട് നിയമ വ്യവഹാരങ്ങൾ നടത്തിയിട്ടുള്ള ആളെന്ന രീതിയിൽ എൻ്റെ ഒരു സംശയമാണ് സാറിനോട് ചോദിക്കുന്നത്. അതായത് ഒരു VIP പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഗൺമാൻ എന്ന് പറയുമ്പോൾ ആ VIP ഒരു ചുരുങ്ങിയതൊരു 1 മീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്റർ ചുറ്റളവിൽ നിന്ന് മാറാൻ പാടില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഗൺ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലാതെ മുളവടി എടുത്തുകൊണ്ട് 5-6 മീറ്റർ ദൂരെ പോയി പ്രതിഷേധക്കാരെ തല്ലാൻ അദ്ദേഹത്തിന് നിയമപരമായ അവകാശം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണോ? അല്ല, ഒരു അത്യാവശ്യ കാര്യം വന്നാൽ അവർക്ക് ഇറങ്ങിയ മുഖ്യമന്ത്രിയുടെ സംരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ കരിങ്കൊടി കാണിച്ചാൽ എങ്ങനെയാണ് അത് പിന്നെ എന്ത് പ്രശ്നമാണ്? സ്വരക്ഷയ്ക്കുള്ള പ്രശ്നമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. കരിങ്കൊടി കാണിക്കാനുള്ള ഒരു അവകാശം, ജനാധിപത്യ അവകാശമല്ലേ ഉപയോഗിച്ചുള്ളത്? പിണറായി വിജയന്റെ എത്ര ഡിവൈഎഫ്ഐക്കാരും എത്ര SFIക്കാരും അത്ര കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിങ്കൊടി സമരങ്ങൾ നയിച്ചിട്ടുള്ളത് കരിങ്കൊടി കാണിച്ചിട്ടുള്ള പാർട്ടിയുടെ നേതാവാണ് പിണറായി വിജയൻ. അപ്പൊ അദ്ദേഹം മാതൃകാപരമായ കുട്ടികളോട് എന്തിനാണ് നിങ്ങൾ കാര്യം എന്ന് ചോദിച്ച് മുന്നേ ഇറങ്ങി അവരോട് സംസാരിക്കേണ്ട ഒരാളാണ്. അവിടെ തീരും ആ പ്രശ്നം. എന്നാൽ ഇവിടെ എന്താ ഉണ്ടായത്?
അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ ചാടി ഇറങ്ങി ക്രൂരമായി മർദ്ദിക്കുക. പോലീസിന്റെ അവിടെ ഉണ്ട്, പോലീസ് അവിടെ ഉള്ളപ്പോൾ ഇവരെന്തിനാണ് ക്രൂരമായി മർദ്ദിക്കുന്നത്? അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ പിണറായി വിജയൻ ഒന്നാം പ്രതി. അതാണ് 8ന്റെ പണി പിണറായി വിജയന് വി.ഡി. സതീശൻ കൊടുത്തത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹത്തെ അംഗീകരിച്ച് സ്വീകരിച്ച ശേഷം അദ്ദേഹത്തിന്റെ ചെപ്പക്കുറ്റി നോക്കി പിണറായി വിജയൻ അടിച്ചു ഇന്നലെ തന്നെ എന്നുള്ളതാണ് സത്യം. ഇന്നലെ തന്നെ ആ കണ്ട പോലീസുകാർ ഞെട്ടിപ്പോയി, ജീവനം കൊണ്ട് ഓടിയിരിക്കുകയാണ് ആ പോലീസുകാർ. കാരണം അവരുടെ കാര്യം കഴിഞ്ഞു, അവർ സസ്പെൻഡ് ചെയ്യേണ്ടി വരും ഇമ്മീഡിയറ്റ് ആയിട്ട്. ആരൊക്കെയാണോ അടിച്ചിട്ടുള്ള ആൾക്കാർ അവർക്ക് പിന്നെ തുറന്ന് അതിൽ നിൽക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, അതായത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഈ ഗൺമാൻ അടക്കമുള്ള പിണറായി വിജയന്റെ ഇപ്പോഴത്തെ ഗൺമാൻ തന്നെ ഇപ്പോഴും ഗൺമാനായ അനിൽകുമാറിന് തുടർന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് പിണറായി വിജയനെയും കൊണ്ടിട്ടാണ് പോകുന്നത്. ഇത്രയും കാലം നമ്മൾ പിണറായി വിജയനെ എന്തൊക്കെ തലകുത്തി മറിഞ്ഞിട്ട് പിണറായി വിജയനെ പ്രതിയാക്കാൻ കഴിയാറില്ല. പക്ഷെ പിണറായി വിജയനെ കൂളായിട്ട് പ്രതിയാക്കാനുള്ള കാര്യമാണ് വി.ഡി. സതീശൻ ആദ്യം എടുത്തിട്ടിരിക്കുന്നത്. അത് ഷാർപ്പാണ്, കൃത്യമാണ്. നിയമത്തിന്റെ കൃത്യമായ വകുപ്പുകൾ പ്രകാരം ഗൂഢാലോചന, പ്രേരണ കുറ്റത്തിൽ പിണറായി വിജയൻ കുടുങ്ങും. അതായത് ഇവരെ മർദ്ദിച്ച കുറ്റത്തിൽ എന്ത് ശിക്ഷയാണോ കിട്ടുന്നത് ആ കുറ്റത്തിനുള്ള ശിക്ഷ പിണറായി വിജയനും അനുഭവിക്കണം. അപ്പൊ പിണറായി വിജയനെ പ്രതിയാക്കാൻ കൃത്യമായി പ്ലാൻ ചെയ്തിരിക്കുന്നു വി.ഡി. സതീശൻ. നിയമ അഡ്വക്കേറ്റ് കൂടിയായ വി.ഡി. സതീശന്റെ നിയമബോധം എന്തായാലും പിണറായി വിജയൻ ഇല്ലല്ലോ. എത്ര കൂളായിട്ടാണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അവസാനം മുഖത്തടിച്ച് വിട്ടത് എന്നുള്ളതാണ് സത്യം. നമ്മൾ വിചാരിച്ചു പിണറായി വിജയനൊക്കെ ക്ഷണിച്ചപ്പോ അവിടെ പോയി കൈ കൊടുത്തു, ക്ഷണിച്ചു, ചിരിച്ചു, പിന്നെ കൊണ്ട് സ്റ്റേജിലിരുത്തി അദ്ദേഹത്തെ വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഞെട്ടിക്കുന്ന രംഗങ്ങൾ, 10,000-കണക്കിന് അണികൾ വന്ന് വി.ഡി. സതീശൻ സിന്ദാബാദ് വിളിക്കുന്നതും, അത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് സിന്ദാബാദ് വിളിക്കുന്ന, പൈസ കൊടുത്തിട്ട് പിണറായി വിജയൻ PR വർക്ക് ചെയ്തിട്ട് പൈസ കൊടുത്തിട്ട് ഈവന്റ് മാനേജ്മെന്റ് ആളുകളെ കൊണ്ട് ഇറക്കിയതല്ല. 10,000-കണക്കിന് ആളുകൾ ഓരോ പ്രദേശത്തു നിന്നും ഇറങ്ങി വന്നതാണ്. അതെല്ലാം ദൃശ്യങ്ങൾ കാണിച്ചു. രാഹുൽ ഗാന്ധി 3 മുഖ്യമന്ത്രിമാരും വന്ന് വരികയും അതേപോലെ ഏറ്റവും പ്രിയങ്ക ഗാന്ധി അടക്കം വരികയൊക്കെ ചെയ്തിട്ടുള്ള ശ്രേഷ്ഠമായ ചടങ്ങ്, കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ജനപിന്തുണയുള്ള ഒരു നേതാവിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ്. ആ ചടങ്ങിൽ വന്ന് ഹാജരായ പിണറായി അതേ ദിവസം തന്നെ ഫസ്റ്റ് ഡേ തന്നെ പിണറായി വിജയന് പണി കൊടുത്തു. അതാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്ന നമ്മൾ മനുഷ്യനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറം ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിൽ രൂപപ്പെടുത്തി തന്നെയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയിൽ കയറിയിരിക്കുന്നത്. ഇങ്ങോട്ട് ഉപദ്രവിച്ച ആൾക്കാരെ വെറുതെ വിടില്ല എന്ന് അദ്ദേഹം കൃത്യമായി മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്. ഇത് തുടക്കമാണ്. കാരണം ഇനി എത്ര കേസുകളുണ്ട്. എന്നെയൊക്കെ കള്ളക്കേസിൽ കുടിക്കുക കേസുകൾ അടക്കമുള്ള എത്ര കേസുകൾ കേരളത്തിൽ കള്ളക്കേസ് എടുത്തിട്ടുണ്ട്. ആ തിരിച്ച് കള്ളക്കേസ് എടുത്ത പോലീസുകാരെ പ്രതികളാക്കും, പ്ലസ് അത് ആരാണോ ഉത്തരവിട്ട് അവരെയും പ്രതികളാക്കും എന്നുള്ള മെസ്സേജാണ് കൃത്യമായിട്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. വെറുതെ ഇരിക്കുന്ന ആളല്ല ഞാൻ. അതാണ് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഇതൊന്നും മറക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിന് കൃത്യമായിട്ട് തന്നെ പണി കൊടുത്തിരിക്കുന്നു. ചെറിയ പണിയൊന്നല്ല, പിണറായി വിജയൻ പ്രതിയാകുന്ന പണിയാണ്. അദ്ദേഹം ഈ കേസുമായി മുന്നോട്ട് നടക്കേണ്ടി വരും. അദ്ദേഹത്തിന് ഒരു തരത്തിലും ഇവരെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവുമില്ല. കാരണം ഈ കുട്ടികൾ മാപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ വി.ഡി. സതീശൻ മാപ്പ് കൊടുക്കണം. അത് ഉണ്ടാവാൻ സാധ്യത കുറവ്. കാരണം അത്രയും ക്രൂരമായി അടിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുള്ളൂ. ഒരു മനുഷ്യനും ഇത്രയും പട്ടിയെ പോലെ തല്ലുന്ന ഒരു രംഗം നമ്മൾ കണ്ടിട്ടില്ല. മനുഷ്യനല്ലേ കേറി വടിയെടുത്ത് ആഞ്ഞടിക്കാണ്. വല്ലത് ഈദി അമീന്റെ നാടൊന്നല്ലല്ലോ. പിണറായി വിജയൻ ഈദി അമ്മന്റെ മനസ്സുണ്ടായിരിക്കാം, ഹിറ്റ്ലർ മനസ്സുണ്ടായിരിക്കാം, മുസോളിന്റെ മനസ്സുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും കേരളത്തിൽ ചെലവാവില്ലല്ലോ. ഇപ്പോൾ ഭരണം എന്തായി? ജനങ്ങൾ മാറിയില്ലേ? പിണറായി വിജയൻ വിചാരിച്ച എല്ലാ കാലത്തും തന്നെ ആ സീറ്റിൽ കയറ്റി മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കും, എനിക്ക് എന്നും ഇതുപോലെ സുഖിച്ച് ഇങ്ങനെ ആഡംബര ജീവിതം നയിക്കാം, അങ്ങനെ 10-40 വണ്ടി പോലീസിന് സഹായത്തോടെ നടക്കാം, ഇതുപോലെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്താം എന്നൊക്കെയാണ് പിണറായി വിജയൻ വിചാരിച്ചത്. പക്ഷെ കാലത്തിന്റെ കാവ്യ നീതി പോലെ പിണറായി വിജയന് കൊടുത്ത തിരിച്ചടിയാണ് ഇന്നലത്തെ ആദ്യത്തെ ഉത്തരവിൽ കൂടെ വി.ഡി. സതീശൻ വ്യക്തമാക്കുന്നത്. അത് ഒന്നൊന്നര തിരിച്ചടിയായി പോയി എന്നുള്ളതാണ് സത്യം.